ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ റീസെല്ലർ ആയതും അതുപോലെ കസ്റ്റമറിൽ നിന്ന് എങ്ങനെ റീസെല്ലിങ്ങിൽ എത്തിയതെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആവട്ടെ എന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് വന്നുള്ളത്. അപ്പോൾ എന്താണ് റീസെല്ലിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. റീസെല്ലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് നിങ്ങൾ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചിലവാക്കാതെ തന്നെ ഫ്രീ ആയ ടൈമിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റീസെല്ലിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം. അതിലൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡെയിലി അതിൽ ഡ്രസ്സിൻ്റെ പോസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ കാറ്റലോഗ് അയക്കും. കാറ്റലോഗിൽ ഞാനിപ്പോൾ ഒരു 1000 രൂപയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പ് ഒരു ക്രിയേറ്റ് ചെയ്യുക വാട്സപ്പിൽ. നിങ്ങൾ എന്നിട്ട് നിങ്ങളെ ഗ്രൂപ്പിലോട്ട് കൊണ്ടുപോയിട്ടിടുമ്പോൾ 1100 200 നിങ്ങൾക്ക് എത്രയാണോ മാർജിൻ വേണ്ടത് അത് കൂട്ടിയിട്ടിടുക. ഇപ്പോൾ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ, ഞാനിടുന്ന പ്രൈസിൽ നിന്ന് 100 200 കൂട്ടിയിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ റീസെല്ലിങ് ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഒന്നും ആരും ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലിനെയും കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സുകളോടോ ഫാമിലിയോടോ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ നിങ്ങൾ പറയുക, ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തിട്ട് പറയുക ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എന്ന് പറയാം. അപ്പോൾ അവരങ്ങനെ ഷെയർ ചെയ്ത് പോകും. അങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് കിട്ടും. മെയിനായിട്ട് ഫസ്റ്റ് പോയിന്റ് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാക്കണതാണ്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ പോസ്റ്റും നിങ്ങളെ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൽ നിൽക്കുന്നവർക്കും തോന്നുക അല്ല കുഴപ്പമില്ല, ഇവരെ ഗ്രൂപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല കളക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഒരുപാട് പേര് നിൽക്കും. അപ്പോൾ അവർ ജെന്യൂൻ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി പോസ്റ്റ് ചെയ്യണം. അത് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നതാണ്, എന്താണ് ഓർഡർ കിട്ടാനും കസ്റ്റമേഴ്സ് കിട്ടാനും കാട്ടാനും വേറെ ഒരു മാർഗ്ഗമില്ല, ഡെയിലി പോസ്റ്റിംഗ് തന്നെയാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്രൂപ്പായിട്ട് മാറ്റാം. എല്ലാവർക്കും കൂടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വാരി വിതറാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് അഡ്മിൻസ് ഓൺലി ആക്കാൻ പറ്റും. അപ്പോൾ അതാക്കുക കേട്ടോ. വേറെ വല്ലതൊന്നും അതിൽ പോസ്റ്റ് ചെയ്യരുത്, ഡ്രസ്സിൻ്റെ മാത്രം പോസ്റ്റ് ചെയ്യുക. ഞാനിടുന്ന പ്രൈസ് 1000 ആണെങ്കിൽ 1200 എന്ന് പറഞ്ഞിട്ട് അതിൽ കൊണ്ടുപോയിട്ട് കാറ്റലോഗിൽ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, അടുത്ത ഡ്രസ്സ്. അങ്ങനെ ഒരു ഗ്രൂപ്പിനൊരു വൃത്തിയും എടുക്കും. അതുപോലെ തന്നെ നല്ലൊരു പേര് കൊടുക്കാൻ നോക്കുക. ഡ്രസ്സ് സംബന്ധമായിട്ടുള്ള നല്ലൊരു പേര്, നിങ്ങളെ കുട്ടികളതോ എന്തോ ആവാൻ നിങ്ങളെ ഇഷ്ടമാണ്, എങ്ങനെയായാലും ഒരു ഗ്രൂപ്പിലൊരു പേര് കൊടുക്കാൻ നോക്കുക. അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ഇടുക. അപ്പോൾ കസ്റ്റമേഴ്സ് കിട്ടുള്ള മെയിൻ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നെ ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അവരോടൊന്ന് ഷെയർ ചെയ്യാൻ പറയാം. അപ്പോൾ ഓരോരോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരതിൽ ഇങ്ങനെ ആഡായി വരും. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കസ്റ്റമേഴ്സ് ആവും. അങ്ങനെയാണ് കസ്റ്റമേഴ്സ് കിട്ടുക. ഓർഡർ കിട്ടാനും മെയിനായിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്യുക, വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, ഫേസ്ബുക്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ സെക്കൻഡാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ കിട്ടിയാൽ എങ്ങനെയെന്നുള്ളത്. ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയുക, ഈ ഡ്രസ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ ഈ സൈസിലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കസ്റ്റമറോട് അവരുടെ അഡ്രസ്സ് പിൻകോഡ് പ്ലേസ് മൊബൈൽ നമ്പർ സൈസും കൂടെ ചോദിച്ചിട്ട് ആ ക്യാഷും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത ക്യാഷും കൂടെ കൂട്ടിയിട്ട് വേണം പറയാൻ. എന്നിട്ട് നിങ്ങളെ ഗൂഗിൾ പേക്കാണ് അവർ അയക്കേണ്ടത്. നിങ്ങൾ എന്നിട്ട് എത്രയാണോ നിങ്ങൾ കൂട്ടിയിട്ടുള്ളത് അത് നിങ്ങൾ എടുത്തിട്ട് എൻ്റെ നമ്പർക്ക് ഞാൻ ഇട്ടത് മാത്രം വിട്ടെന്നാൽ മതി. ഇപ്പോൾ ഷിപ്പിംഗ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. 50 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് നമ്മൾ FS എന്ന് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് FS. അപ്പോൾ അതും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഓർഡർ കിട്ടല്. പിന്നെ മൂന്നാമത്തെ ഓർഡർ അയക്കുന്നത് TTDC വഴി അയക്കുന്നുണ്ട്, കൊറിയർ പോസ്റ്റിൽ വഴി അയക്കുന്നുണ്ട്. അത് കസ്റ്റമറെ ഒരു രീതിയിലനുസരിച്ചാണ്. ചില കസ്റ്റമർ ചോദിക്കും ഏതാണ് വേണ്ടതെന്നുള്ളതിൽ അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ പോസ്റ്റിലുണ്ട് TTDC ഉണ്ട് എന്നുള്ളത് കേട്ടോ. പിന്നെ ഒരുപാട് കൂട്ടുകാരെ ഡൗട്ടാണ് റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ടോ എന്ന്. റിട്ടേൺ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ട്. അതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, കസ്റ്റമേഴ്സിനോട് പറയണം. നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഡ്രസ്സിൻ്റെ ഓപ്പൺ വീഡിയോ എടുക്കണം. ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ചിട്ട് നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ കൊടുക്കും. അതായത് അത്രയും നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് സാധനം അയക്കുന്നത്. അല്ലെങ്കിൽ ഇൻകേസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ കൊടുക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് കൂട്ടുകാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ്, അവർ ഡെയിലി പോസ്റ്റ് ചെയ്യൂല, 2 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത് സാധനം അവിടെ സ്റ്റോക്ക് ഔട്ട് ആവും. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സും റീസെല്ലേഴ്സും ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞാൻ ഇടുന്ന അന്ന് തന്നെ ഇടാൻ വേണ്ടി നോക്കുക. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. നിങ്ങൾ മാക്സിമം ഞാൻ ചെയ്യുന്നൊരു ജോലിയാണെന്നുള്ളൊരു ജോലി ചെയ്യുന്ന ഒരു ആത്മാർത്ഥതയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 1000 അല്ല 500 അല്ല എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ താണ്ടോ ഞാൻ പറയുന്നത് ഒരാഴ്ചക്കൊക്കെ ഒരു 100 200 ഒക്കെ കിട്ടുന്നേ വരുന്നുണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ അവിടെ ഓർഡർ കിട്ടും, ചിലവർക്ക് കിട്ടും. ഓരോരുത്തരതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ കൂടെ നിന്നിട്ട് അവർക്ക് ഡെയിലി 1000 കിട്ടുന്നവരുണ്ട്, 500 കിട്ടുന്നവരുണ്ട്, 100 കിട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ഏണിങ്സ് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾ എഫേർട്ട് എടുക്കുക. മാക്സിമം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളൊരു എഫേർട്ട്, ഞാൻ ചെയ്യുന്നൊരു ജോലിയാണെന്നുള്ളൊരു ആത്മാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെല്ലാത്തിലും എത്തിപ്പെടും. അപ്പോൾ നിങ്ങൾ ഞാനിടുന്ന ഡെയിലി പോസ്റ്റ് ചെയ്യാൻ നോക്കുക. മാക്സിമം പോസ്റ്റിംഗ് തന്നെയാണ്. അപ്പോഴല്ലേ കസ്റ്റമേഴ്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു മോഡൽസ് ഉണ്ടെന്ന് അവരറിയുള്ളൂ, എന്നാലേ നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. അത് നമ്മൾ ആദ്യം ഒരു മൈൻഡിൽ വെച്ചാൽ മതി.
അപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയും അങ്ങനെ ലെഫ്റ്റായിട്ട് പോകുന്നുണ്ട്. ലെഫ്റ്റായിട്ട് പോകാൻ ആരും പോവാതിരിക്കുന്നില്ല, ഇന്ത്യയിൽ ഒരുപാട് പേര് പോയതാണ്. അപ്പോൾ നിങ്ങൾ അവരോട് പറയാം, സെറ്റിംഗ്സിൽ മീഡിയ വിസിറ്റിൽ നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പിലിട്ടോ, സെറ്റിംഗ്സിൽ മീഡിയ വിസിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോ കൊടുത്താൽ ഗ്യാലറിയിൽ വരില്ല, അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നിൽക്കുള്ളൂ, അത് പറയാം. പിന്നെ എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തവർ ചിലവരൊക്കെ പോവും, അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളല്ലേ, അത് പോവും. ചിലവർ നമ്മളെ കളക്ഷൻ കണ്ടിട്ട് നിൽക്കും, പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ ഇഷ്ടം കൊണ്ട് അങ്ങനെ നിൽക്കുന്നവരുണ്ട്. പിന്നെ ജെന്യൂനായി കസ്റ്റമേഴ്സ് ആയാൽ പിന്നെ അവരൊന്നും പോകില്ല കേട്ടോ. അത് നമ്മുടെ കീഴിലാണ് എങ്ങനെയൊക്കെ കസ്റ്റമറോട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരൊരു ഡ്രസ്സ് ചോദിക്കണമെങ്കിൽ അപ്പം തന്നെ നമ്മൾ റീപ്ലൈ കൊടുക്കുക. കുറേ ദിവസം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഇതില്ല എന്നുള്ളതിൽ നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, റീപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഒരു ഇതില്ല എന്നുള്ളത് മാക്സിമം നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു കസ്റ്റമർ ഡ്രസ്സ് ഇത് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ അവരോട് സൈസ് ചോദിക്കാൻ നിൽക്കണം കേട്ടോ. എന്നാൽ ഒരുപാട് മറ്റേ റീസെല്ലേഴ്സിന് പറ്റുന്ന ഒരു പ്രശ്നമാണിത്. അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഡ്രസ്സ് ഉണ്ടോ ചോദിക്കും, ഞാൻ ഉണ്ടെന്ന് പറയും. പിന്നെ അവർ വന്നിട്ട് സൈസ് സെറ്റ് വരുമ്പോൾ ഇതിന് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് അവർ വേണമെന്ന് പറയുമ്പോൾ തന്നെ ഏതാ സൈസ് എന്നും കൂടെ ചോദിക്കണം കേട്ടോ. അത് നിങ്ങളെടുത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ കറക്റ്റ് അഡ്രസ്സ് വാങ്ങാൻ നോക്കുക, നെയിമും അഡ്രസ്സും പിൻകോഡ് പ്ലേസ് മൊബൈൽ നമ്പർ സൈസ് ഇട്ടോ. അപ്പോൾ അതും വാങ്ങുക. അതുപോലെ തന്നെ പേയ്മെൻറ്റും വാങ്ങിയിട്ട് സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചാൽ എന്നാൽ ഞാൻ അന്നേരം സാധനം അയക്കും, നിങ്ങൾ ട്രാക്ക് ഏൽപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ റീസെല്ലിങ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ക്ഷമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഇന്ന് ഈ നിലയിൽ ഞാൻ എത്തിക്കണമെങ്കിൽ ഒരുപാട് ഞാൻ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് തന്നെയാണ്. അതുപോലെ എൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നത്, ഒരു 800 പരം റീസെല്ലേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് വേറെ ഉണ്ട്, റീസെല്ലേഴ്സിന് കേട്ടോ ഞാൻ ഈ പറയുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് അവർക്ക് ഡെയിലി 1 ആയാലും 2 ആയാലും 3 ആയാലും ഒക്കെ ഓർഡർ കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്കും കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ റീസെല്ലിംഗ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജോയിൻ ആയാൽ എന്ത് ഡൗട്ട് തന്നെ എന്നോട് ചോദിക്കാൻ ഞാൻ രാവിലെ 9 മണി ടു രാത്രി 10 മണി വരെ ഓൺലൈനിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാൻ ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരും. നമ്മുടെ കൂടെ ഗ്രൂപ്പ് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം മാഷാ അല്ലാഹ് അവരൊക്കെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അവർക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നമുള്ള ൊക്കെ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ് ഇന്ന് ഒരുപാട് ഹാപ്പിയിലാണ്. എന്നെ കൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്ക് അതിലുപരി സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കൂടെ നിൽക്കാം. ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക, അതിലൊന്ന് കയറിയിട്ട് ജോയിൻ ആയാൽ മതി കേട്ടോ. എന്ത് ഡൗട്ട് വേണമെങ്കിലും വാട്സപ്പിൽ എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. അറിയാത്തതായിട്ട് ഒരു മടി വിചാരിക്കേണ്ട, ആരും അറിഞ്ഞതായിട്ട് ആരും ഇല്ല. ഇപ്പോഴും ഞാനാണ് പോലെങ്കിലും ഇപ്പോഴും ഒന്നും അറിയില്ല, അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ആരെങ്കിലും ഇതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ട്, വീട്ടിൽ നിന്ന് ചെയ്യാൻ ഇൻട്രസ്റ്റ്, വർക്ക് ഫ്രം ഹോം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒന്ന് അയച്ചും കൂടെ കൊടുക്കുക, അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയെല്ലാം ഞാൻ റീസെല്ലിങ്ങിനായിട്ട് മാക്സിമം ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞതും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ആർക്കും പെട്ടെന്നൊന്നും ഫസ്റ്റായിട്ട് കേൾക്കുന്നവർക്ക് ആർക്കും ഒരു ഐഡിയ കിട്ടൂല. അവർക്ക് എന്നോട് വന്നിട്ട് ചോദിക്കാൻ ഞാൻ PM വന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീണ്ടും പറയാണ്, കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താലേട്ടോ ജോയിൻ ആവാൻ പറ്റുള്ളൂ. ഒരുപാട് കൂട്ടുകാർക്ക് അത് പ്രശ്നമുണ്ട്, ലിങ്ക് വഴി ജോയിൻ ആവാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങൾ അറിയുന്ന ആളുകളിലേക്കൊക്കെ എന്തെങ്കിലും ഉപകാരം ആവാൻ അവർക്കും കൂടെ പറ്റട്ടെ. അപ്പോൾ മാക്സിമം എല്ലാവർക്കും നല്ലൊരു ഓർഡേഴ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.